ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പോലും ബിജെപിക്കും കോൺഗ്രസിനും സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സോളാർ കേസും മുതിർന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കില്ലെന്ന തീരുമാനവും കോൺഗ്രസിനെ വട്ടം ചുറ്റിക്കുമ്പോൾ ടോം വടക്കൻ വന്നതാണ് ബിജെപിയെ പുകയ്ക്കുന്നത്. കോൺഗ്രസിൽ നിന്നും ചാടി വന്ന ടോം വടക്കന് തൃശൂരോ ചാലക്കുടിയോ സീറ്റ് നൽകുമെന്നായപ്പോൾ വലിയ വിജയ സാധ്യതയുള്ള മണ്ഡലം സുരേന്ദ്രനിൽ നിന്നും അന്യമാവുകയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് തൃശൂർ നൽകിയാൽ ടോം വടക്കന് ചാലക്കുടി നൽകേണ്ടി വരും. അതായത് ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായ തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട, പാലക്കാട് മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ കെ സുരേന്ദ്രന് സീറ്റ് കിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനാൽ ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ കാസർഗോഡ് തന്നെ മത്സരിക്കാനാണ് സാധ്യത. ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക 3 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധര റാവു. കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയാകും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള മത്സരിക്കണോ എന്ന കാര്യവും കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും മുരളീധര റാവു വ്യക്തമാക്കി. ചില മണ്ഡലങ്ങൾ തന്ത്രപ്രധാനമാണെന്നും ഇവിടെ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും റാവു അറിയിച്ചു. ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ സംസ്ഥാന നേതൃത്വത്തിനിടയിൽ വലിയ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് റാവുവിന്റെ ഇത്തരത്തിലൊരു പ്രസ്താവന. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കുമ്മനം രാജശേഖരനെയും BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയെയും BJP ദേശീയ നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചിരുന്നു. തിരുവനന്തപുരവും കോട്ടയവും ഒഴികെയുള്ള ഒരു മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തും PC തോമസ് കോട്ടയത്തും മത്സരിക്കുമെന്നാണ് ധാരണ. അതേസമയം പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വലിയ വടംവലിയാണ് സംസ്ഥാന നേതാക്കൾക്കിടയിലുള്ളത്. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ PS ശ്രീധരൻപിള്ള ആഗ്രഹിക്കുന്നുണ്ട്. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന അമിത്ഷാ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ തൃശൂർ മണ്ഡലം തുഷാറിന് നൽകേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. BJP സാധ്യത കൽപ്പിക്കുന്ന പത്തനംതിട്ടയോ തൃശൂരോ ഇല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നിലപാടെടുത്തിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ മത്സരിക്കാനില്ലെന്ന MD രമേശും നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം ടോം വടക്കന് ലോക്സഭാ സീറ്റ് നൽകുന്നതിനെ കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പ്രതികരിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. തൃശൂരിൽ മത്സരിക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചാൽ എന്താകും തീരുമാനമെന്ന ചോദ്യത്തിന് അത് സംസ്ഥാനത്ത് കൂട്ടായ തീരുമാനിക്കാനാകൂ എന്നായിരുന്നു മറുപടി. വടക്കന്റെ വരവ് BJPയെ സഹായിക്കും, ആരും നിരാശരാവേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് AICC മുൻ വക്താവും മലയാളിയുമായ ടോം വടക്കൻ BJPയിൽ ചേർന്നത്. പുൽവാമ ആക്രമണത്തിൽ കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ടോം വടക്കൻ വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.